അപർണ ബാലമുരളി ഭയങ്കര ബോൾഡാണ്. ആ ആളുടെ എന്തെങ്കിലും ഒരു വീക്ക് പോയിന്റ് ഉണ്ടോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് എല്ലാവർക്കും ഉണ്ട്. അത് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ എനിക്കും. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാരാ? എനിക്കെന്റെ ഭാര്യയായിട്ടാണ്. ശരിക്കും റിയൽ ലൈഫിലും ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരാളാണെന്ന് തോന്നുന്നു. ഉറങ്ങാൻ പോകുന്ന ഭാര്യയ്ക്ക് പാട്ടൊക്കെ പാടി. ഈ സിനിമയിൽ ഞാൻ മനസ്സിലായി ഉണ്ണി സ്റ്റിൽ അൺഎക്സ്പ്ലോർഡ് ഇൻ മെനി ഏരിയാസ്. ഉണ്ണിനെ വീണ്ടും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു സിനിമയുടെ ആദ്യത്തെ 5 മിനിറ്റ് കഴിഞ്ഞാൽ പ്രോബ്ലി നിങ്ങൾ ഉണ്ണി മുകുന്ദനെ മറക്കും, അപർണ ബാലമുരളിയെ മറക്കും. യു വിൽ ബി ഇൻ ദ വേൾഡ് ഓഫ് സനൽ ആൻഡ് ലീല. ലൂക്കയുടെ കേസിലും ടൊവിനോയെ വളരെ കാലം മുന്നേ നമ്മൾ മീറ്റ് ചെയ്തതാണ്. കുറെ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് ലൂക്ക ബിനാലയുടെ സമയത്ത് ഷൂട്ട് ചെയ്ത സിനിമ അതിനകത്ത് സെറ്റ് ചെയ്തെടുത്തത്. ലൂക്ക നമ്മള് ആലോചിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു സിനിമ വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അറിയില്ല സ്വീകരിക്കപ്പെടുമെന്ന്. ഓപ്പണിംഗ് സീനിൽ നായകൻ മരിച്ചു കിടക്കുന്ന ഒരു സിനിമ. ലൂക്ക ഇറങ്ങി ആദ്യത്തെ സെക്കൻഡ് വീക്കോ തേർഡ് വീക്കോ മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു സംഭവമാണ്. നമ്മളായിട്ട് അടിച്ചിറക്കിയതല്ല. ലൂക്ക ഈസ് എ സ്ലോ പോയിസൺ.